നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തു കയറി അലമാര കുത്തി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയത് കഴിഞ്ഞ ഏപ്രിൽ 6-നാണ്. ഏപ്രിൽ 7-ന് വീട്ടിലുണ്ടായിരുന്ന മകൻ അംജദ് പാലക്കാടുള്ള ജോലിസ്ഥലത്തേക്കും അംജദിന്റെ ഭാര്യ സാദിയ അവരുടെ വീട്ടിലേക്കും മാതാവ് നഫീസക്കുട്ടി മകളുടെ വീട്ടിലേക്കും പോയിരുന്നു. അംജദ് ഏപ്രിൽ 12-ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്കെത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസുകാർ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. CCTVയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് DYSP നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെയും അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ, അതെല്ലാം അവർ ചെയ്തതായ റിപ്പോർട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകളില്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം മോഷണത്തിന് പുറകിൽ ബന്ധുക്കളാണെന്നും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചു എന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കളവ് നടന്നിട്ട് 2 മാസമായി. ഇതുവരെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിന്റെ ഒക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തുള്ള സമാധാനം ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പൊ അവർക്കിപ്പോൾ ഞങ്ങളെ സംശയിക്കുക, എല്ലാവരും സംശയിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തെന്നും ഇത്ര മുതൽ ഇങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴി തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവുകയാണ്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുവാനും വീട്ടുകാർ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാർ അറിയിച്ചു. സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ച മാത്രം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2 ദിവസം അവധി വേണമെന്ന ആവശ്യമുയർന്നിരുന്നു. വെള്ളിയാഴ്ചത്തെ അവധിയാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. നേരത്തെ ജൂൺ 6-നാണ് ബക്രീദ് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാസപ്പിറവി വൈകിയതിനെ തുടർന്ന് ബക്രീദ് ജൂൺ 7-നാണെന്ന് മതപണ്ഡിതർ അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാർ അവധി മാറ്റിയത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യും. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനടക്കം സഹായിക്കും. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അവയെ സംരക്ഷിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കത്തിക്കുക എന്നീ പ്രവൃത്തികളെല്ലാം പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നവയാണ്.
എന്താണ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുക, എന്താണ് ഗുണപ്രദമാവുക എന്ന സാമൂഹ്യ അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനും അവബോധം നൽകാനുമുള്ള ആശയങ്ങളാണ് പരിസ്ഥിതി ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തൈ നട്ടുപിടിപ്പിക്കലും പരിസ്ഥിതി അവബോധ ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വെറും പരിസ്ഥിതി ദിനാചരണത്തിന് മാത്രം നടുന്നതാകരുത് ഓരോ തൈകളും. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പരിസ്ഥിതി ബോധം കൂടി ഉളവാകുന്നത്. തെരുവുനായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗോശാലയിലെ 2 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ബുധനാഴ്ച രാത്രി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് നേരെയും തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാണ്. മേഖലയിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പരാതി നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള സംസ്ഥാനതല ശില്പശാല മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നത്. കേരളത്തിന് വികസനത്തിനു വേണ്ടി കേന്ദ്രം ധാരാളം പണം നൽകുന്നു. അത് വിനിയോഗിക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്നും ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സുധീർ അധ്യക്ഷനായി. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി രോഹിത് ചഹൽ വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, രേണു സുരേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V. ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് രോഗികളുടെ എണ്ണം ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ജൂൺ 5-ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശം നൽകി. പുതിയ സാഹചര്യം നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുതിയതായി 276 കോവിഡ് കേസുകൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുവെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്ക്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 4302 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 4, തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളും വീതമാണ് സംഭവിച്ചത്. ഇതോടെ കോവിഡ് വീണ്ടും വ്യാപിക്കാൻ തുടങ്ങിയ ശേഷമുള്ള മരണസംഖ്യ 44. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതു നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇന്ന് മോക്ക് ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചത്. ഐസൊലേഷൻ വാർഡുകൾ, ഓക്സിജൻ വിതരണം, വെന്റിലേറ്ററുകളുടെ ലഭ്യത, അവശ്യ മരുന്നുകളുടെ ലഭ്യത എന്നിവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കും. രോഗികളുടെ എണ്ണം വീണ്ടും വലിയ തോതിൽ വർദ്ധിക്കുമെങ്കിൽ ഫലപ്രദമായി നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനുള്ള നടപടികളാണിത്. പോർക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആണ്ടിയത്ത് വീട്ടിൽ 39 വയസ്സുള്ള അഭിഷാദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് കാഞ്ഞിരപ്പാടത്തിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആളൂർ അഹമ്മദിയ മിഷൻ ഹൗസിൽ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചു. 1908-ൽ ഇന്ത്യയിലെ പഞ്ചാബിലെ ഖാദിയാനിൽ വെച്ച് ഇമാം മഹ്ദി മിർസ ഗുലാം അഹമ്മദ് സ്ഥാപിച്ച ഖിലാഫത്തിന്റെ 117ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ദിനാചരണം നടത്തിയത്. ആളൂരിൽ സംഘടിപ്പിച്ച ഖിലാഫത്ത് ദിനാചരണ ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷയായി. ഗുലാം അഹമ്മദ്, അംനാസ്, തൻവീർ അഹമ്മദ്, സൗഫിയ, അബ്ബാസ്, റസീന, അൻസർ എന്നിവർ സംസാരിച്ചു. തെക്കൻ പാലയൂർ ദർവൻസ് ക്ലബ് പ്രവർത്തകർ അംഗനവാടിയിൽ പുതിയതായി ചേർന്ന കുട്ടികൾക്കും പിരിഞ്ഞുപോകുന്നവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട, ടിഫിൻ ബോക്സ്, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. ദർവൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഫസൽ, ഷഹീൽ, അനസ്, ബിലാൽ എന്നിവർ ചേർന്ന് 14-ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമേന്ദ്രൻ, മുൻ കൗൺസിലർ നൌഷാദ് തെക്കുംപുറം എന്നിവർക്ക് കൈമാറി. അംഗനവാടി ടീച്ചർമാരായ ബിന്ദു സതീഷ്, പ്രഭുല എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കിഴക്കേ അങ്ങാടിയിൽ വൃക്ഷത്തെ നട്ടു. മുതിർന്ന അംഗം MO ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം B സുധീഷ് അധ്യക്ഷനായി. PB ഭവ്യ, ശ്രുതി സതീഷ്, ബിന്ദു മണികണ്ഠൻ, ES ദേവദത്ത്, KA ഫരീദ് അലി, റോബർട്ട് ആൻഡോ, സതീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കോട്ടിയാട്ടുമുക്ക് ക്ഷേത്ര മൈതാനത്ത് പോർക്കുളം പഞ്ചായത്ത് മെമ്പർ രജനി പ്രമൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK മോഹൻദാസ്, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് മോഹൻ വാഴപ്പള്ളി, സെക്രട്ടറി പ്രമോദ് മാധവൻ, തമ്പി ജോബ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ പുരുഷോത്തമൻ, ശരത്, ലൈബ്രറിയൻ സൽമ, കൊച്ചു മാത്യു എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വൃക്ഷത്തെ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PS മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൻഡോറിനി, ഷീജ സുഗതൻ, പഞ്ചായത്ത് അംഗം സുധീർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ അധ്യാപകരും PTA ഭാരവാഹികളും NSS വളണ്ടിയർമാരും നേതൃത്വം നൽകി. പ്രകൃതിക്കൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി കടവല്ലൂർ NSS ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണം കർഷക അവാർഡ് ജേതാവ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, വാർഡ് മെമ്പർ നിഷിൽ കുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് ബലരാമൻ നായർ, സ്കൂൾ ഉപദേശക കൺവീനർ രാമനുണ്ണി, സ്കൂൾ പ്രധാനാധ്യാപകൻ സതീഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി രേഷ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈകളും നട്ടു. CPM കടവല്ലൂർ ആൽത്തറ ബ്രാഞ്ചും കർഷക സംഘം ആൽത്തറ യൂണിറ്റും ചേർന്ന് മുന്തിയ ഇനം 100 തെങ്ങിൻ തൈകൾ വിതരണം നടത്തി. ആലിൻ തൈ സെന്ററിൽ വെച്ചു നടത്തിയ വിതരണത്തിന്റെ ഉദ്ഘാടനം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ നിർവഹിച്ചു. യോഗത്തിൽ CPM ആൽത്തറ ബ്രാഞ്ച് സെക്രട്ടറി VA സജീവ് അധ്യക്ഷനായി. രവി വലിയറ, PB മധു, ബാബു കോഴിക്കര വളപ്പിൽ, ഹരിദാസൻ കുണ്ടുപറമ്പിൽ, വഹാബ് മണാളത്ത്, സന്തോഷ് PB, സനൽ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് ആൽത്തറ KV താജ്മാഷിന്റെ പറമ്പിൽ വൃക്ഷത്തൈകൾ നട്ട് ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പോസ് MP, സെക്രട്ടറി CK സുലൈമാൻ, നീലകണ്ഠൻ നമ്പീശൻ, O മായൻ, സഹദേവൻ, M വിജയൻ, ശ്രീമതി ടീച്ചർ, പാർവതി, തങ്കമ്മ എന്നിവർ പങ്കെടുത്തു. കർഷക സംഘം പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പോർക്കുളം ഫാമിലി ഹെൽത്ത് സെന്റർ കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു. ലോഗൻ, അഭിയു, ഡ്രാഗൺ, പ്ലാവ്, ആത്ത തുടങ്ങിയ ഫലവൃക്ഷത്തൈകളാണ് നട്ടത്. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം പോൾസൺ മണ്ടുബാൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ, ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ പിങ്കി പോൾ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേംരാജ് സംസാരിച്ചു. കർഷക സംഘം മെമ്പർമാരായ TV ഷാജി, TD തോമസ്, സെയ്ദ് ഹാരിസ്, VK ജയൻ എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ വൃക്ഷത്തൈ നടീൽ നടന്നു. മേഖലാ കമ്മിറ്റിയുടെ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം ചെറുനല്ലൂർ സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം PS സന്ദീപ് നിർവഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം ഹക്കീം, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KP രമേശ്, സുബൈർ, KF ജോസ്, വർഗീസ്, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്രാഞ്ചുകളിലും പാർട്ടി ഓഫീസുകളിലും ഫലവൃക്ഷത്തൈകൾ നട്ടു. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. AC രമേശ്, RA അബ്ദുൾ ഹക്കീം, PK രമേശ്, KB ബിജു എന്നിവർ സംസാരിച്ചു. മാവ്, ചാമ്പ, പേര, ലൂവി എന്നീ ഫലവൃക്ഷങ്ങളുടെ തൈകളാണ് നട്ടത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഫലവൃക്ഷത്തൈകൾ നട്ടു. ഫലവൃക്ഷത്തൈകളുടെ നടീലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CO ആൻഡോ, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, PK അസീസ്, അങ്കണവാടി അധ്യാപിക ഗീത, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ VA അരുൺ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ, വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. അൽഫോൺസോ, നീലൻ, ഹിമ, വസന്ത്, പ്രിയൂർ, കാലാപ്പാടി എന്നീ ഇനങ്ങളിൽപ്പെട്ട 50ഓളം ഒട്ടുമാവിൻ തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി നടുന്നത്. തൈകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള വാർഡ് തല സംരക്ഷണ സമിതിയുടെ രൂപീകരണവും നടന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പഞ്ചായത്തിന്റെ 16 വാർഡുകളിലും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ നടീൽ നടന്നു.
ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൈവ കൃഷി പുരസ്കാര ജേതാവ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷനായി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചൈതന്യയിലെ വിദ്യാർത്ഥിനികളായ ജിസ്മി ജോൺസൺ, ശ്രേയ CN എന്നിവർക്ക് ആദരവും ചൈതന്യയുടെ പ്രത്യേക ഉപഹാരവും മുഖ്യാതിഥി എം ബാലാജി സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ AS സനൽ, മുക്കോല മിഷൻ ഡയറക്ടർ ഫാദർ റൂബൻ അബ്രഹാം, പത്രപ്രവർത്തകൻ C ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിൽ വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായി പ്രിൻസിപ്പൽ NJ ലിസിക്ക് പത്രം കൈമാറി. എറണാകുളം മിൽട്ടൺ എന്റർപ്രൈസസ് സ്ഥാപനത്തിന്റെ പ്രതിനിധി വിൽസൺ കരിക്കാട് ഉദ്ഘാടനം ചെയ്തു. മിൽട്ടൺ എന്റർപ്രൈസസ് ഉടമ CK സണ്ണിയാണ് പത്രം സംഭാവന ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 114 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.